ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് 2-3 ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രെയിമിങ് ചെയ്യുന്നത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്താ ഫ്രെയിമിങ് കാണിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഫ്രെയിമിങ് എല്ലാവർക്കും അറിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ കാണിക്കാത്തത്. എഡിറ്റിംഗ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഓരോ ഡിസൈന് കിട്ടണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ കാണിക്കും, എന്താ ഫ്രെയിമിങ് എന്താ കാണിക്കാത്തതെന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, ഫ്രെയിമിങ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടവർ അതിൽ പോയി കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഫ്രെയിമിങ് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ A3-ലൊക്കെ 2 A4 സൈസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ആകുന്നില്ല, ഫ്രെയിമിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതേ ഒരു വുഡ് ഫ്രെയിമാണുള്ളത്, വുഡ് ടെക്സ്ചറുള്ളൊരു ഫ്രെയിം. വുഡല്ല, നോർമലി വുഡല്ല, ഒരു വുഡ് ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതേ A4-ൻ്റെ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണെന്ന് നോക്കുക വെച്ചാൽ, ഒന്നെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ഫ്രെയിമിൻ്റെ ഗ്ലാസിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിമിൻ്റെ ബാക്കിലുള്ള ബോർഡ് ഉണ്ടല്ലോ നേരത്തെ കാണിച്ചത്, അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് A3 പേപ്പറാണ്, A3-ൽ 2 A4 വെച്ചതാട്ടോ. എന്നിട്ട് അതിന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അധികം പ്രിൻ്റ് എടുക്കണോടത്ത് A3 എന്ന് പറയുന്നത് നമ്മൾ 2 A4 വെക്കുമ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ ഇങ്ങനെ ബാക്കിയിടാം. അതായത് കറക്റ്റ് A3 അല്ലെങ്കിൽ A3-നേക്കാളും കുറച്ചുകൂടെ വലിയൊരു പേപ്പറാണ് പ്രിൻ്റ് എടുക്കണോടത്ത് ഉണ്ടാവുക കേട്ടോ. പക്ഷേ നമ്മൾ A3 എന്ന് പറയും, പക്ഷേ എന്നാലും നമ്മൾ 2 A4 വെക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം ബാക്കി ഉണ്ടാവും. ആ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. കത്രിക യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ടർ യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് കളയണം. അപ്പോൾ ഇതുപോലൊരു നമ്മുടെ ഫ്രെയിമിൻ്റെ ബോർഡ് വെച്ച് നോക്കാം. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ച് നോക്കുക. ഗ്ലാസ് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് വെച്ച് നോക്കാം. ആദ്യം സെൻറ്റർ കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ബോർഡ് ഇതുപോലെ വെച്ച് നോക്കാം. ഇനി നിങ്ങൾ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സൈസ് കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് കത്രിക യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ടർ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ പെൻസിൽ വെച്ചിട്ടൊന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുതലാകുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്യലാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3 ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫ്രെയിമിൻ്റെ ഗ്ലാസ് എടുക്കാതെ ഗ്ലാസ് ഈ ഒരു ഫ്രെയിമിൻ്റെ ബോർഡുമ്മ തന്നെ വെച്ചിട്ട് അതിന്മേൽ തുടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഗ്ലാസ്സൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷമാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. അതാണ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ആ ഒരു അരികുവശത്തൊക്കെ പൊടി പടലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോവാനായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഡ്രൈ ആയതിനു ശേഷം ആക്കുന്നതാണ്. ഇപ്പോൾ കണ്ട ആ ഒരു ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഉള്ള പൊടികളാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളൊരു വർക്ക് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്ലാസ് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഇതിൽ നിൽക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുളിഞ്ഞൊന്നും നിൽക്കരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ടിത് ഞാൻ ബാക്കിലുള്ള ഫ്രെയിമിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ക്ലിപ്പുകൾ നന്നായിട്ട് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലിപ്പുകളും താഴ്ത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്യണം കേട്ടോ. അത് ഫ്രെയിം കൂടുതൽ കാലം നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തത് കുട്ടികൾ ടീച്ചർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹ സമ്മാനം ഒരു ഫ്രെയിമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കപ്പിൾസ് ഫ്രെയിമാണ്. അത് വന്നിട്ട് ആനിവേഴ്സറിക്കും അതുപോലെ ബർത്ത്ഡേക്കൊക്കെ ആ ഡിസൈനിൽ ചെയ്യാം. പിന്നെ 2 ബേബി ബയോഗ്രഫിയാണ് കേട്ടോ, ബേബി ഡീറ്റെയിൽസ് ഫ്രെയിമാണ്. ഇനി ഇത് നമുക്കിത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരെണ്ണം നമുക്ക് അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ പാക്ക് ചെയ്താൽ മതി.
പിന്നെ ബാക്കിയുള്ള 3 കൊറിയറായിട്ട് അയക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ അവർക്ക് സേഫായിട്ട് ഗ്ലാസ് ഒന്നും ഡാമേജ് ഒന്നും വരാതെ ആ രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ അതിനിതേ കാർഡ്ബോർഡും തെർമാക്കോളും എല്ലാം ഇവിടെ ഇതൊരു നട്ടപ്പാതിര പാക്കിംഗ് ആണ് കേട്ടോ. 12:30 12:45 ആ ഒരു ടൈമിലാണ് എൻ്റെ ഇത് പാക്ക് ചെയ്യണത്. അപ്പോൾ 3 അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.